ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടൊരു പലഹാരമാണ്. ഗോതമ്പ് അപ്പം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരം. ഓവനോ മുട്ടയോ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതൊന്നുമില്ലാതെ തന്നെ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. വളരെ ടേസ്റ്റിയാണ്, വളരെ മധുരമുള്ള ഒരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം മധുരത്തിന് വേണ്ടി ശർക്കര നീരാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 150-200 ഗ്രാം ശർക്കര നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ചൂടാക്കി നീരാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ ശർക്കര നീരുണ്ടാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ടൊരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് ചൂടാക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് അല്പം കാഷ്നട്ട് അണ്ടിപ്പരിപ്പിട്ട് അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ റോസ്റ്റായി വരുന്ന സമയത്ത് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞ് അരിഞ്ഞത് കുറച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, ഒരു ഫ്ലേവറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതിലേക്ക് പഴം, ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരുവിധം മിക്സായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര നീര് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരു 200 ഗ്രാം ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം ആദ്യം എണ്ണ പുരട്ടി വയ്ക്കുക. അതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ഗോതമ്പിൻ്റെ മിക്സ് എടുത്ത് ഇതിലോട്ട് ഇട്ട് ഒന്ന് പരത്തി ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരത്തുന്ന പോലെ തന്നെ ആ പാത്രത്തിൽ നല്ലവണ്ണം ഒന്ന് ഈവണായി പരത്തി വയ്ക്കുക. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി ഉള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിലോട്ടൊരു സ്റ്റാൻഡ് എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ അത് ആദ്യം ഒന്ന് ചൂടാക്കുക, പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മുടെ ബാറ്റർ ഒഴിച്ച് എടുത്തു വെച്ച പാത്രം ഇതിലോട്ട് ഇറക്കി വെച്ച് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് നേരം വേവിക്കുക. ഒരു 20-25 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മുടെ പലഹാരം അല്ലെങ്കിൽ അപ്പം തയ്യാറായിട്ടുണ്ട്. അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി മുറിച്ച് ഇനി നമുക്ക് കഴിക്കാം. നല്ല സ്വാദുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കും കഴിക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക്.